ഹലോ ഗൈസ്, വെൽക്കം. വണക്കം. വെഞ്ഞാറമൂട്ടിൽ നടന്നിട്ടുള്ള അതിദാരുണമായ ക്രൂരമായ കൊലപാതകം നമുക്ക് മറക്കാനൊന്നും പറ്റത്തില്ല. ഈ അടുത്ത കാലത്ത് നമ്മുടെ മനസ്സിന് അത് പോകത്തൊന്നുമില്ല. ഇപ്പോഴും അതിൻ്റെ ഒരു വല്ലാത്തൊരു എന്താ പറയുക, ഒരു ഭീകര അന്തരീക്ഷം മനസ്സിൻ്റെ അകത്ത് എല്ലാവരുടെ മനസ്സിനകത്ത് ഉണ്ടെന്ന് എനിക്കറിയാം. ഇപ്പോൾ ആ അഫാൻ എന്ന് പറയുന്ന ആ അവൻ്റെ ഉമ്മയും വാപ്പയൊക്കെ അവരുടെ ഇത് വന്നിട്ടുണ്ട്, വീഡിയോ വന്നിട്ടുണ്ട്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോസ്. അതിനകത്ത് കുറേ അധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിനകത്ത് ഈ പുള്ളിക്കാരൻ്റെ ഉമ്മ പറയുന്നത് എനിക്കെന്തോ അത്ര വിശ്വാസ്യമായിട്ടൊക്കെ തോന്നുന്നില്ല. അവർക്ക് ഓർമ്മയില്ല, ഓർമ്മശക്തിയില്ല, എല്ലാം മറന്നുപോയി എന്നൊക്കെയാണ് പറയുന്നത്. അവൻ്റെ അടി കൊണ്ട് ബോധം പോയി എന്ന്. പക്ഷേ അവൻ ബാക്കി വെച്ചിട്ട് പോയത് അവൻ്റെ ഉമ്മയാണ്. അവൻ കൊന്നത് അവൻ്റെ സ്വന്തം കുഞ്ഞനുജനെയാണ്. പിന്നെ അവൻ്റെ എന്താണ് വൃദ്ധയായിട്ടുള്ള അവരെയും മറ്റു രണ്ടുപേരെയൊക്കെ കൊന്നേക്കുന്നു. പിന്നെ ആ പാവപ്പെട്ട പെൺകുട്ടിയെ കൊന്നു. എല്ലാവരെയും കൊന്നിട്ട് അവൻ്റെ ഉമ്മയെ ബാക്കി വെച്ചിട്ടുണ്ട്. അവനറിയാം അവൻ്റെ ഉമ്മ ജീവനോടെ തിരിച്ചു വരുമെന്ന്. അപ്പം അത് എന്തിനാണെന്നുള്ള കാര്യമൊക്കെ ഇപ്പം ഉമ്മ മകനെ ഏതാണ്ടൊക്കെ ഒരുമാതിരി ന്യായീകരിക്കുന്നത് പോലെയൊക്കെയാണ്. ഒരു ഉമ്മയുടെയും വേദനയിൽ സത്യം പറഞ്ഞ് ഞാൻ അങ്ങനെ തള്ളിപ്പറയുന്ന ആളോ കുറ്റപ്പെടുത്തുന്ന ആളോ എന്നല്ല. പക്ഷേ ഇവരെന്തോ ഇവരാണോ എൻ്റെ റീസൺ എന്ന് പോലും എനിക്ക്, ഇവർ അറിഞ്ഞിട്ടാണോ ഇവൻ ഇങ്ങനെയൊക്കെ ചെന്ന് പെട്ടെന്ന് പോലും എനിക്കിപ്പോൾ സംശയമുണ്ട്. സീരിയസ്ലി കേൾക്കാം. സംഭവം നമുക്ക് ഓർമ്മ വരുന്നുണ്ടോ? ഇല്ല, ഓർമ്മയില്ല. കേട്ടോ, സംഭവം നമുക്ക് ഓർമ്മ വരുന്നുണ്ടോ? ഇല്ല, ഓർമ്മയില്ല. കേട്ടോളണേ. അന്ന് നടന്ന സംഭവം അമ്മയ്ക്ക് ഓർമ്മ വരുന്നുണ്ടോ എന്ന് ആ റിപ്പോർട്ടർ മാന്യമായിട്ട് ചോദിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു ഇല്ല, എനിക്ക് ഓർമ്മയില്ല. ശരി, കേൾക്കണ്ട. ഓക്കെ, ഓർമ്മയില്ല. ഓർമ്മയില്ല. കാലത്ത് കൊച്ചിനെ സ്കൂളിൽ വിട്ട കാര്യം മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ ഒന്നും ഓർമ്മയില്ല. കാലത്ത് കൊച്ചിനെ സ്കൂളിൽ വിട്ട കാര്യം മാത്രമേ ഓർമ്മയുള്ളൂ. അതിനുശേഷമുള്ള ഒന്നും ഉമ്മയ്ക്ക് ഓർമ്മയില്ല. ഇനി ഉമ്മ പറയണല്ല, കേട്ടോളണേ. ഇളയ മകനെ സ്കൂളിൽ വിട്ട കാര്യം ഓർമ്മയുള്ളൂ, ബാക്കിയൊന്നും ഓർമ്മയില്ല. ഇളയ മകനെ സ്കൂളിൽ വിട്ട കാര്യം ഓർമ്മയുള്ളൂ. ഇത് എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. ഇളയ മകനെ സ്കൂളിൽ വിട്ട കാര്യം മാത്രമേ ഓർമ്മയുള്ളൂ, ഒന്നും പറ്റുന്നില്ല. നിർവികാരയായി ആ നിസ്സംഗ ഭാവത്തിലൊക്കെ പറയാൻ പറ്റുമോ? എനിക്കറിയത്തില്ല. ഞാൻ ചിന്തിക്കത്തൂടില്ല. പക്ഷേ നിങ്ങളും അങ്ങനെ ചിന്തിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ കുഞ്ഞിനെ കൊന്നവനാണ് അവൻ. ആ കുഞ്ഞിനെ കുറിച്ച് ഓർമ്മിക്കുമ്പോൾ ഒന്ന് വിതുമ്പാൻ മേബി എനിക്കറിയത്തില്ല. എന്താ 10-25 ലക്ഷം രൂപ കടമുണ്ട് വീട്ടിൽ. മറക്കത്തില്ല. 25 ലക്ഷം രൂപ കടമുണ്ട്. ഓക്കെ, 10-25 ലക്ഷം രൂപ കടമുണ്ട്. അത് മറക്കത്തില്ല. നെവർ ആൻഡ് എവർ. ഓക്കെ. പക്ഷേ അന്ന് സംഭവിച്ചൊക്കെ മറന്നു. ബാങ്കിലും പിന്നെ കുഞ്ഞുമാക്ക് കൊടുക്കാനും പിന്നെ പലിശയ്ക്ക് എടുത്തതൊക്കെ ആയിട്ട് കുറച്ച് കടമുണ്ട്. 10-25 ലക്ഷം രൂപ കടമുണ്ട്. മറ്റേ ഗൾഫിലെ ജോലി ഇഷ്യൂ ആയപ്പോൾ വാങ്ങേണ്ടി വന്നതാണ്. കച്ചവടമൊക്കെ കുറഞ്ഞപ്പോൾ വാങ്ങേണ്ടി വന്നത്. പിന്നെ സ്വർണ്ണം പണയം വെച്ചതല്ല അങ്ങനെ. സ്വർണ്ണം പണയം വെച്ച്. ഓർമ്മയില്ലെന്ന് പറയുന്നവർ ഓരോരോ കാര്യങ്ങൾ വ്യക്തമായിട്ട് ഓർമ്മിച്ചെടുത്ത് പറയുന്നുണ്ട്. എക്സെപ്റ്റ് ലെവൻ അന്ന് ചെയ്ത കാര്യങ്ങൾ മാത്രം. ഇക്കാര്യമെല്ലാം ഹസ്ബൻഡിനെ അറിയിച്ചിരുന്നു. ഈ കടം അറിയാം, ഹസ്ബൻഡിനെ അറിയാം. അദ്ദേഹത്തിനാണ് പിന്നെ കട കൂട്ടിയതുകൊണ്ട് വേറെ ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ലാതെ വരും ചെയ്തു അല്ലേ? വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. മകനുമായിട്ട് എങ്ങനെ കടം വീട്ടണം എന്നൊക്കെ മകനുമായിട്ട് സംസാരിക്കുകയും ചെയ്തിരുന്നു. സംസാരിക്കുമായിരുന്നു. മകനുമായിട്ട് സംസാരിക്കുവാണ്. വീട് വിറ്റ് കടം തീർക്കാന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള തീരുമാനമായിരുന്നു. മകനും വീട് വെക്കുന്നതിന് അത് എതിർപ്പൊന്നുമില്ലായിരുന്നു. പറഞ്ഞിട്ട് തമിഴ്നാട്ടുകാർക്ക് പറഞ്ഞിരുന്നു, ഒരുപാട് പേരെടുത്ത് പറഞ്ഞിട്ട്. മകൻ ഇത് ചൊല്ലും ബന്ധുക്കളായിട്ടൊക്കെ എന്തെങ്കിലും വർത്തമാനം പറയേണ്ടി വന്നിരുന്നു? വഴക്കങ്ങനെ വല്ലതും? ലത്തിവാക്കുമായിട്ട് സംസാരം ഉണ്ടായിരുന്നു. വിൽക്കില്ലെന്ന് പറഞ്ഞു. വേറെ ആരുമായിട്ട് പ്രശ്നമില്ലായിരുന്നു. വീട് വിൽക്കേണ്ടെന്ന് പറഞ്ഞിട്ടാണോ? വിൽക്കില്ലെന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടായി. പിന്നെ വേറെ ആരുമായിട്ട് പറയുന്നതിൻ്റെ അകത്തുള്ള ഒരു കാര്യം പോലും മറക്കാതെ എത്തിമാക്കായിട്ടും മറ്റേ എന്തോ ഒരു വിഷയം ഉണ്ടായിരുന്നു. അവരെല്ലാ കാര്യങ്ങളും ഒരു ഓർത്തല്ലേ പറയുന്നത്. അവരുടെ ആ തലച്ചോറിൻ്റെ അകത്ത് നിന്ന് ആ വരുന്ന എന്താ പറയുക, അവിടെ നിന്നല്ലേ ഈ സംഭവം ചിന്തിച്ച് പുറത്ത് വരുന്നത്. അപ്പോൾ ഈ ഒരു വിഷയം മാത്രം മറക്കുന്നത് സത്യം പറഞ്ഞാൽ വിശ്വാസയോഗ്യമാണോ? പ്രശ്നമൊന്നുമില്ലായിരുന്നു. എന്തൊക്കെല്ലാം വിൽക്കുന്നതിലും കടം തീർക്കുന്നതിലൊക്കെ അമ്മക്ക് കുഴപ്പമില്ലായിരുന്നു. പാങ്ങോട്ടുമാക്കല്ലേ കുഴപ്പമില്ലായിരുന്നു. വിൽക്കാൻ പറഞ്ഞു. പാങ്ങോട്ടുമ്മ പറഞ്ഞു വിൽക്കാൻ പറഞ്ഞു. നമുക്കും സമ്മതമായിരുന്നു, വിൽക്കാനൊക്കെ സമ്മതമായിരുന്നു. കുഴപ്പമില്ലായിരുന്നു. പാങ്ങോട്ടുമ്മ ഒന്നും പറഞ്ഞില്ല, വിൽക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ തലേ ദിവസം എന്തെങ്കിലും അന്ന് മനസ്സിലാക്കുന്നത് ഈ സംഭവ ദിവസം ഈ ലോൺ ആപ്പ് വഴിയുള്ള ലോണിൻ്റെ ഭാഗമായിട്ട് കുറച്ച് പൈസ ആ ദിവസം കൊടുക്കേണ്ടിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട വലിയ വിഷമത്തിലായിരുന്നെല്ലാം കേട്ടു. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ലോണിൻ്റെ എന്തായാലും ഫോൺ ആപ്പ് വഴിയുള്ള ലോണിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അവന് പ്രശ്നം ഉണ്ടായിരുന്നു. പിറ്റേന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു. തലേ ദിവസം വിളിച്ചിരുന്നു. പിന്നെ ബാങ്കിൽ നിന്ന് വിളിച്ചിരുന്നു. അതൊക്കെയായിരുന്നു പ്രശ്നങ്ങൾ. ഫോൺ ആപ്പിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. തലേ ദിവസം ബാങ്കിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നതിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. എന്തോ ആടേ ഇവരെല്ലാ കാര്യങ്ങളും ഇവർ സത്യം പറഞ്ഞാൽ അവൻ്റെ ഈച്ച് ആൻഡ് എവ്രിത്തിങ്, അതായത് അവൻ സാമ്പത്തികമായിട്ടുള്ള ബാധ്യതയിലേക്ക് പോകുന്നതും അവൻ കടത്തിൽ നിന്ന് കടത്തിലേക്ക് പോകുന്നതും മുങ്ങിപ്പോകുന്നതും മുങ്ങിത്താഴുന്നതെല്ലാം നന്നായിട്ട് കണ്ടുകൊണ്ടിരുന്നതാണ്. പാവപ്പെട്ടൊരു മനുഷ്യൻ ആ സമയത്ത് തൻ്റെ മക്കളെയും കുടുംബത്തെയും നോക്കാൻ വേണ്ടിയിട്ട് മണലാരണ്യത്തിൽ എത്രയോ പ്രവാസികളുണ്ട്. നമ്മളെ ഇപ്പം ഇത് കാണുന്നതിനകത്തൊക്കെ എത്രയോ പ്രവാസികളുണ്ട്.
ആ പ്രവാസികളുടെ അടുത്ത് സത്യം പറഞ്ഞാൽ ഒരു ഹാറ്റ്സ് ഓഫ്. ഞാനൊക്കെ കണ്ടിട്ടുള്ളത് ദുബായിലൊക്കെ പോയിട്ടുള്ളപ്പോൾ അവിടെ കണ്ടിട്ടുള്ളത് ബങ്കർ ബെഡുകളിലൊക്കെ കടന്ന് ബന്നും അതുപോലെ തന്നെ മറ്റേ കുബൂസും അതൊക്കെ മാത്രം കഴിച്ചുകൊണ്ട് വീട്ടിൽ കിട്ടുന്ന പൈസ മൊത്തം കൊടുത്ത് കടങ്ങൾ തീർക്കുകയും പിള്ളേരെ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന എത്രയോ പാവപ്പെട്ട പ്രവാസികളുണ്ടെന്നറിയോ. അവരൊക്കെ നരകയാതന അനുഭവിച്ചിട്ട് സ്പ്രേയും കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇവിടെ പെട്ടി പൊളിച്ച് കൊടുക്കുമ്പോൾ അത് കിട്ടില്ല ഇത് കിട്ടില്ല എന്നൊക്കെ പരാതി പറയും. മാസം തോറും ശമ്പളത്തിനകത്ത് ഇച്ചിരി കുറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാരുടെ പരിഭവം പരാതിയും കേൾക്കുകയും അവിടെ ഇവിടെയുള്ള കാര്യങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് പണത്തിന് വേണ്ടിയിട്ട് മാത്രം കഷ്ടപ്പെടുന്ന വെറും യന്ത്രങ്ങൾ, പണമുണ്ടാക്കേണ്ട വെറും യന്ത്രങ്ങൾ. ആ ആൾക്കാരൊക്കെ അവിടെ നിന്ന് സ്വരുക്കൂട്ടി ഉണ്ടാക്കി നാട്ടിലേക്ക് കൊടുക്കുന്ന സമയത്ത് ഇവിടെ ആ ഒരു സാധനം വെച്ചിട്ട് തന്നെ അമിതമായ ആർഭാടം കാണിച്ചിട്ട് ആ കുടുംബത്തിനെ തന്നെ നശിപ്പിക്കുന്ന തരത്തിലേക്ക് എത്തി. ആ കുടുംബത്തിനെ വാനിഷ് ഔട്ടാക്കി. കടവേരർത്ത് കളഞ്ഞില്ലേ അവൻ. ഫോൺ അപ്പോൾ പൈസ എടുത്തായിരുന്നു പോയി. അത് അന്ന് കൊടുക്കേണ്ടത് പിന്നെ അന്ന് ഈ പണം കണ്ടെത്താൻ ആരെങ്കിലും സമീപിച്ചിരുന്നു? അന്ന് തലേദിവസം ആരെങ്കിലും കുഞ്ഞുമാരുടെ വീട്ടിൽ പോരുന്നു. കുഞ്ഞുമാരുടെ വീട്ടിൽ നമ്മൾ തലേദിവസം രാത്രി പോരുന്നു, 12 മണിയായപ്പോൾ പോരുന്നു. കുഞ്ഞുമാരുടെ വീട്ടിൽ പോകുന്നു. കുഞ്ഞുമ തന്നില്ല പൈസ. 50,000 രൂപ ചോദിച്ചിരുന്നു, പൈസ തന്നില്ല കുഞ്ഞുമ. എന്നിട്ട് നമ്മൾ തിരിച്ചു പോകുന്നു. കുഞ്ഞുമാരെ വീട്ടിൽ പോയി പൈസ ചോദിച്ചു, കുഞ്ഞുമ തന്നില്ല എന്ന് അവർ പറയുന്ന ആ ഒരു വാക്കിൻ്റെ ഒരു ധ്വനി ശ്രദ്ധിച്ചോ? കുഞ്ഞുമ്മയോട് ചോദിച്ചു, കുഞ്ഞുമ പൈസ തന്നില്ല. ആ കുഞ്ഞുമയാണ് കൊന്നത്, അവരാണോ ഈ കുഞ്ഞുമ? കുഞ്ഞുമയോട് ചോദിച്ചു, പൈസ തന്നില്ല. പ്രതികാരത്തിൻ്റെ വഴി, അവൻ്റെ പ്രതികാരം വരുന്നത് ചിലപ്പോൾ ഇവരിൽ നിന്നാണോ എന്നൊരു ഡൗട്ട് എനിക്കിപ്പോൾ ഉണ്ട്. മേ ബി ചിലപ്പോൾ ഇവരായിരിക്കും ഇവനെ ഇങ്ങനെ ഇട്ട് തോണ്ടി 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 കൊടുത്തിട്ട് ഇവരെല്ലാത്തിനും തീർത്തത്. കലിയളവി ഹാലളവി. കുഞ്ഞുമ്മയുടെ അടുത്ത് ചോദിച്ചു, കുഞ്ഞുമ്മ തന്നില്ല. അപ്പോൾ അതിന് കുഴപ്പമൊന്നുമില്ലായിരുന്നു. വന്നിട്ട് സെറ്റിൽ വന്ന് കിടന്ന് ഉറങ്ങി. പിന്നെ പിറ്റുന്നായിരുന്നു എഴുതിച്ചത്. കുഴപ്പമൊന്നുമില്ലായിരുന്നു, വേറെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ലായിരുന്നു അവന്. രാവിലെ ഇളയ മകനെ സ്കൂളിൽ വിട്ട ശേഷം പിന്നീട് അഫാനുമായിട്ട് ഇതിൽ വഴക്ക് നടന്നോ? ഇല്ല, വഴക്കൊന്നും നടന്നില്ല. അവനെ സ്കൂളിൽ വിട്ടിട്ട് ഞാൻ വീട്ടിൽ കയറി വന്ന് പിന്നെ വഴക്കൊന്നും ഉണ്ടായില്ല. പിന്നെ പ്രശ്നങ്ങൾ എനിക്കൊന്നും ഓർമ്മയില്ല. പിന്നെ ആ സെറ്റിൽ വന്ന് ഞാൻ ഇരുന്നു. പിന്നെ ഒരു ഓർമ്മയില്ല എനിക്ക്. പിന്നെ അവൻ ഇത് കഴുത്തിൽ ഇത് ഷാളിട്ട് ഇത് ആക്കിയിട്ട് അവൻ പറഞ്ഞു ഉമ്മ ക്ഷമിക്കണേന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞ് ഫർസാനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് നമുക്ക് ആശുപത്രി പോകാമെന്ന് പറഞ്ഞു. അത് ഓക്കളെന്ന് പറഞ്ഞു. പിന്നെ ഒരു ഓർമ്മ എനിക്കില്ല. പിന്നെ പോലീസ് വന്ന് കഴുത്തിൽ മുറുക്കി, അതിനുശേഷം ഓർമ്മയില്ല. പിന്നെ ഫർസാനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ആശുപത്രി കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ഓക്കളെ എന്ന് പറഞ്ഞു. കഴുത്തൊക്കെ മുറുക്കി ഇതെല്ലാം ചെയ്തിട്ട് ആശുപത്രി കൊണ്ടുപോകാം, ആ ഫർസാനെ വിളിച്ചോണ്ട് വരട്ടെ എന്നൊക്കെ പറയുമ്പോൾ ഓ മക്കളെ എന്നൊക്കെ പറയുന്ന ഏതൊരാളുടെ ആ സമയത്ത് ഇച്ചിരി ബോധം വന്നു കഴിഞ്ഞാൽ എണീറ്റ് ഓടുകയല്ലേ ചെയ്യും. ഇങ്ങനെ ക്രൂരമായിട്ടുള്ള പ്രതിമാറ്റം ചെയ്ത മകൻ്റെ അടുത്ത് ആ നിമിഷം ഒരു നിമിഷം പിന്നെ അവിടെ നിൽക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ആരെങ്കിലും ആ ഫോണിലെങ്കിലും വിളിക്കത്തില്ലേ? ആരെങ്കിലും വിളിച്ചുകൊണ്ട് വരട്ടെ, മറ്റേ ഫർസാനെ കൂടെ വിളിച്ചുകൊണ്ട് വരട്ടെ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന സമയത്തും അവരത് കേട്ടിട്ട് നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? നിങ്ങളാണെങ്കിൽ നിൽക്കുമോ? മകനായിക്കോട്ടെ, ഭർത്താവായിക്കോട്ടെ, ആരും ആയിക്കോട്ടെ. ഇവരെന്തൊക്കെയോ ഇവർക്കറിയാം, ഇവരെന്തൊക്കെയോ ഒളിപ്പിക്കുന്നുണ്ട്. എൻ്റെ കുത്തി പൊളിക്കുമ്പോഴാണ് ഓർമ്മ വന്നത്. എൻ്റെ കഥ കുത്തി പൊളിക്കുമ്പോഴാണ് ഓർമ്മ വന്നത്. ഫർസാന് മുമ്പ് ഉമ്മയ്ക്ക് പരിചയമുണ്ടായിരുന്നു? പരിചയമുണ്ട്. കണ്ടിട്ടില്ല, എന്നാലും പരിചയമുണ്ട്. വീട്ടിൽ ഞാൻ കണ്ടിട്ടില്ല. വന്നിട്ടുണ്ടെന്ന് പറയുന്നത്, പക്ഷേ ഞാൻ കണ്ടിട്ടില്ല. ഫർസാനെ പരിചയമുണ്ടോ? ഉണ്ട്, ഞാൻ കണ്ടിട്ടില്ല. വീട്ടിൽ വന്നിട്ടുണ്ടെന്ന് പറയുന്നത്, പക്ഷേ ഞാൻ കണ്ടിട്ടില്ല. ആ വീട്ടിൻ്റെ അകത്തുള്ള അവർ ഹൗസ് വൈഫാണ്. ഇനിയിപ്പോൾ ഇവരില്ലാത്ത സമയത്താണോ എൻ്റെ പുള്ളിക്കാരെ കൊണ്ടുവന്നതെന്ന് അറിയത്തില്ല. പക്ഷേ എല്ലാ കാര്യങ്ങളും ഉമ്മയ്ക്ക് അറിയാം. ഓക്കെ, മറ്റവൻ ചെയ്യുന്ന പരിപാടികൾ മുഴുവൻ അമ്മയ്ക്കറിയാം. ബട്ട് ഫർസാന വീട്ടിൽ വന്നിട്ടുണ്ടോ പോയിട്ടുണ്ടോ എന്ന് നേരിട്ട് കണ്ടിട്ടില്ല. വന്നിട്ടുണ്ടെന്നൊക്കെ പറയുന്നു, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. ഈ ഒത്തിരി വായ്പ കൂടിയപ്പോൾ അതെങ്ങനെ അടയ്ക്കണമെന്ന് സംബന്ധിച്ച് അങ്ങനെ വല്ല ഒരു വഴി നോക്കിയിരുന്നു? അങ്ങനെ വായ്പ അടയ്ക്കാൻ നമ്മൾ വീട് വിൽക്കാമെന്നൊക്കെ പറഞ്ഞിട്ടിരുന്നു. പിന്നെ ഹസ്ബൻഡ് അയക്കാമെന്ന് പറഞ്ഞ്, പൈസ അയക്കാമെന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടിരുന്നിരുന്നു. വായ്പ അടയ്ക്കാൻ ഇല്ല, ഒന്നും പറഞ്ഞിട്ടില്ല. അഫാനെ കാണുന്ന അമ്മയ്ക്ക് തോന്നില്ലേ? ഇല്ല, അപ്പാനൊക്കെ ഇപ്പോൾ കാണണ്ട എനിക്ക്. അപ്പം എൻ്റെ കൊച്ചിനെ ഇതൊക്കെ ചെയ്തുകൊണ്ട് എനിക്കിപ്പോൾ അവനെ കാണണമെന്നില്ല. എൻ്റെ കൊച്ചിനെയും കുടുംബത്തിനെയും ഇതൊക്കെ ചെയ്തുകൊണ്ട് എനിക്ക് കാണണമെന്നില്ല അവനെ. ഓക്കെ, അവസാനം റിഗ്രറ്റോടുകൂടി കരച്ച് പറയുന്നുണ്ട്. സത്യസന്ധമാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. എൻ്റെ കൊച്ചിനെയും കുടുംബത്തിനെയും ഇങ്ങനെ ആക്കിയതുകൊണ്ട് കാണണമെന്നില്ല എന്നാണ് പറയുന്നത്. ഈ ഭാര്യയുടെ ചികിത്സയ്ക്ക് എങ്ങനെ പോകുന്നു? ചികിത്സ സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടിലാണ്. ഇപ്പോൾ ചികിത്സയ്ക്കുള്ള ഫണ്ടൊന്നും നമ്മുടെ കൈവശം ഇല്ല. ഞാനിപ്പോൾ ഗൾഫിൽ നിന്ന് വന്നിട്ട് തന്നെ ജോലിയില്ലാതെ വന്ന ഒരാളാണ്. സാമ്പത്തികം വളരെ പിന്നോട്ടാണ് നിൽക്കുന്നത്. ഇപ്പം നമുക്കിവിടെ തന്നെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ 24 ചാനൽ വീട് വെച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. 15 സ്ഥലം നമ്മൾ കണ്ടെത്തണം. അപ്പോൾ നമ്മുടെ താഴെപ്പാങ്ങോട് ജമാഅത്തിൻ്റെ ഭാരവാഹികൾ അവർ സ്ഥലം കണ്ടെത്തി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ ഒരു വീട് വെച്ച് തരും. ആ വീട് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് താമസം മാറണം. അങ്ങനെ നിൽക്കുന്നു. അതിപ്പോൾ ഈ വീട് ഇപ്പോൾ ഈ അറ്റാത്തും തുറന്നു തോന്നുന്നില്ല. തുറന്നു വന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. എന്നാലും അവിടെ പോയി താമസിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മുടെ മക്കളില്ല, നമുക്ക് അവിടെ പോയി താമസിക്കാൻ പറ്റില്ല. ആ മനുഷ്യൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കണേ. ജീവിതത്തിൻ്റെ ഒരു ആയുഷ്കാലത്തിൽ നമ്മളെല്ലാവരും മനുഷ്യരാണ്. ഞാൻ കേൾക്കുന്ന എല്ലാവരുടെ അടുത്തും കൂടെ പറയാം, നിങ്ങളുടെ ജീവിതം ആസ്വദിക്കുക. ഈച്ച് ആൻഡ് എവറി മൊമെൻറ്റ് ആസ്വദിക്കുക. വിഷമങ്ങളും സങ്കടങ്ങളും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ വരുന്ന സമയത്തിനിടയ്ക്ക് ഒരു നിമിഷം ഉണ്ടെങ്കിൽ ഒരു നിമിഷം ആസ്വദിക്കുക. നാളെ ഇന്ന് ചത്തുപോയാം
നാളെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ലൈഫിൻ്റെ അകത്ത് നമ്മൾ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാം. പക്ഷേ ആ സമയത്ത് നിങ്ങൾ റിഗ്രറ്റ്സും വെച്ചുകൊണ്ടാവരുത് മരിക്കേണ്ടത്. നിങ്ങളുടെ ലൈഫിൻ്റെ അകത്ത് നിങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷങ്ങളോ ഏറ്റവും ചെറിയ സന്തോഷങ്ങളോ ആയിക്കോട്ടെ, അത് ഈ നിമിഷം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അത് നാളത്തേക്ക് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് എൻഡ് ആവുന്ന സമയത്ത് നിങ്ങൾ റിഗ്രറ്റ് ചെയ്യും. ഇവിടെ ആലോചിച്ച് നോക്കുക, ആ പിഞ്ചു കുഞ്ഞ്, ആ കുട്ടിക്ക് സ്വപ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും. ആ നിൽക്കുന്ന എല്ലാവർക്കും സ്വപ്നങ്ങളുണ്ടായിരിക്കും. ഒരുത്തം വന്ന് അരിഞ്ഞ് വീഴ്ത്തിയ സമയത്ത് അവർ പോലും അറിയാതെ ഒരു മരണത്തിൻ്റെ കൈകളിലേക്ക് പോയി. അവർ ചിന്തിക്കാത്ത മരണം അവരുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നു. ആ സാഹചര്യത്തിലേക്ക് പോകേണ്ടി വരുന്ന ഒരു മരണത്തിലേക്ക് പോകുന്ന ഒരു വ്യക്തി അതിൻ്റെ ഒരു നിമിഷം പിന്നോട്ട് ചിന്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നെങ്കിൽ എന്തൊക്കെ ആഗ്രഹങ്ങളുടെ ഒരു പീക്കിൽ നിന്നിട്ടുണ്ടാകും. ആ ആഗ്രഹങ്ങളൊക്കെ വച്ചുകൊണ്ട് പോകരുത് എനിക്ക് നിങ്ങളുടെ എല്ലായിടത്തും പറയാനുള്ളത്. ഈ നിമിഷവും ഓരോ നിമിഷവും ഈ പ്രസൻറ്റ് നിങ്ങൾ ആസ്വദിക്കുക. ഒരിക്കലും പിൽക്കാലം, നമ്മുടെ പിന്നിട്ട കാലം, പാസ്റ്റിനെ കൊണ്ടു നടന്ന് വേദനിക്കാതിരിക്കുക. പാസ്റ്റിനെ നിങ്ങൾ വിട്ടുകളയുക, പ്രസൻറ്റിൽ ജീവിക്കുക. ഫ്യൂച്ചർ എന്നുള്ള കാര്യത്തിനെക്കുറിച്ച് വരികയും വരാതിരിക്കുകയും ചെയ്യട്ടെ, ബട്ട് ഇപ്പോൾ ഈ നിമിഷം ജീവിക്കാൻ ശ്രമിക്കുക. അല്ലാതെ ഇതെല്ലാം നമ്മുടെ ചുറ്റും കിടന്ന ഇങ്ങനെ കറങ്ങുന്ന കാര്യങ്ങളാണ്. അതിനകത്തൊക്കെ എപ്പോഴും ഒരു ചിന്ത എപ്പോഴും വേണം, നമുക്ക് നാളെ സംഭവിച്ചേക്കാം. അതുകൊണ്ട് ഈ നിമിഷം ജീവിക്കുക, എൻജോയ് ചെയ്യുക. സീരിയസ്ലി. കണ്ടീഷൻ എന്താണ്? ആരോഗ്യപരമായിട്ട് മറ്റു ബുദ്ധിമുട്ടുകളൊന്നുമില്ല, പക്ഷേ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ആരോഗ്യപരമായിട്ട് മറ്റു കാര്യമൊന്നുമില്ല. പിന്നെ ഈ കയ്യും കാലങ്ങളും വിറയിലുണ്ട്, അതേ ഉള്ളൂ. അതിനിപ്പോൾ അടുത്താഴ്ച ഡോക്ടറെ കാണാൻ പോകണം. അപ്പോൾ ഡോക്ടർ എന്താണ് പറഞ്ഞത്? മാനസികമായിട്ട് എങ്ങനെയേ നേരെ വണ്ണം ഇരിക്കും? ആ മനുഷ്യൻ്റെ കുടുംബത്തിനെ മൊത്തം ഛിന്ന ഭിന്നമാക്കി ഒരു അച്ഛനാണ്. ഒരു മകൻ ഒരു ക്രിമിനലായിട്ട് മാറിക്കഴിഞ്ഞു. നമ്മുടെ ചെങ്കോല് കിരീടത്തിൽ നമ്മുടെ ലാലേട്ടൻ്റെ ആ നല്ലൊരു സംഭവത്തിൽ നിന്നും അയാൾ അവസാനം ഒരു കൊലപാതക കേസിലേക്ക് മാറുന്ന ഒരവസ്ഥ ഉണ്ട്. ആ അച്ഛൻ്റെ ഒരു അവസ്ഥ തിലകൻ ചേട്ടൻ വരച്ച് കാണിച്ചിട്ടുണ്ട്. നമ്മുടെ മഹാനായ തിലകൻ ചേട്ടൻ വരച്ച് കാണിച്ചു തരുന്ന ആ ഒരു ഇതുണ്ട്. അതിനുശേഷം ആ കുടുംബം തകരുന്ന കാര്യം കാണിച്ചു തരുന്നു. ലോഹിദാസിൻ്റെ തൂലികയിൽ പറഞ്ഞ വരികളാണ്, മനസ്സിലാക്കണം. അതുപോലെ ഇവിടെ ഈ ഒരു അച്ഛൻ്റെ അവസ്ഥ ആലോചിച്ച്, മകൻ മൂത്ത ആള് ഇളയ മകനെ കൊണ്ടു നടന്ന് വളർത്തി, അച്ഛൻ ഇല്ലെങ്കിലും അച്ഛനെ പോലെ നിന്നുകൊണ്ട് വളർത്തി, എന്നിട്ട് അവൻ തന്നെ ഉയരെടുക്കുന്നു, എന്നിട്ട് ആ കുടുംബത്തിനെ നശിപ്പിക്കുന്നു. ഈ അച്ഛൻ എങ്ങനെ മാനസികമായിട്ട് നേരെ നിൽക്കും? അയാൾക്ക് ഓരോ നിമിഷം കണ്ണടയ്ക്കുന്ന സമയത്ത് മുമ്പിൽ എന്തൊക്കെ വരും? രാത്രി കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ഹോണ്ട് ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടാകും? ആ മനുഷ്യന് എന്തൊക്കെ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് ആൾക്കാരുടെയൊക്കെ വായിൽ നിന്ന് കേൾക്കേണ്ടി വരും അയാൾ ചെയ്യാത്ത തെറ്റി? ചെയ്യണം ഫിസിയോതെറാപ്പി എന്താണ് ഡോക്ടർ ചെയ്താൽ മാറും. ഈ അഫാനെ എപ്പോഴും കാണാൻ തോന്നിയിട്ടുണ്ടോ? അഫാനെ കാണണമെന്ന് ആഗ്രഹമില്ല നമുക്ക്. ഇല്ല, അങ്ങനെ എന്നോട് പറഞ്ഞിട്ടില്ല. അത് ആദ്യം ഒരു സമയം ഈ 24 ചാനലിൽ അവർ വന്നപ്പോൾ ഇങ്ങനെ അവനെ കാണണമെന്ന് ആഗ്രഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അപ്പോൾ മാനസികാവസ്ഥ നമുക്കറിയാമായിരുന്നു. അപ്പോഴങ്ങനെ പറഞ്ഞ് കാണണമെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ മാനസികാവസ്ഥ വീണ്ടെടുത്തിട്ടുണ്ട് ഒരുപാട്. ഇപ്പോൾ കാണണ്ടെന്നാണ് പറഞ്ഞത്. കാണണമെന്ന് ആഗ്രഹമില്ല. ഇപ്പോൾ മകന് 21 വയസ്സേ ഉള്ളൂ അല്ലേ? ചെറിയ പ്രായമാണ്. അപ്പോൾ ആ പ്രായത്തിൻ്റെ പക്വതയില്ലായ്മ കൊണ്ടോ അങ്ങനെ തോന്നുന്നുണ്ടോ? അത് മകന് മാപ്പ് കൊടുക്കാമെന്ന് അങ്ങനെ മനസ്സിൽ തോന്നുന്നുണ്ടോ? പക്വത ഇല്ലായ്മയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്വതയോട് തന്നെ ഇതൊക്കെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ 2 മണിക്കൂർ ഇത്രയും പേരെ കൊണ്ടുകൊടുക്കാന്ന് വെച്ചാൽ പ്ലാൻഡായിട്ട് പക്വത ഉണ്ടായിട്ട് ഞാൻ ചെയ്തിട്ടുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. സല്യൂട്ട് യു. പ്ലാൻ ചെയ്തിട്ട് തന്നെയല്ലേ ചെയ്തത്? അവനെല്ലാം വ്യക്തമായ പ്ലാൻ ഉണ്ടായിരുന്നു. ഓരോരുത്തരെയും കൊല്ലുന്നത് എങ്ങനെ വേണമെന്നുള്ള പ്ലാനിങ് ഉണ്ടായിരുന്നു. ഓരോരുത്തരെയും ഒരു നിഷ്കരണം കൊന്നു. അതിനുശേഷം ബീഫ് കിട്ടിയില്ല, പൊറോട്ട കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്റ്റേഷൻ്റെ അകത്തും അവിടെ ജയിലിനകത്തും അവൻ കാണിച്ചു കൂട്ടിയ പരിപാടികൾ നമ്മൾ പുറത്ത് കണ്ടു. മനസ്സിൻ്റെ അകത്തും മുഖത്തും എവിടെയെങ്കിലും ഒരു ചെറിയ കണിക കൊണ്ട് പോലും തനിക്ക് പശ്ചാത്താപം ഉണ്ടെന്ന് എവിടെയും കാണിക്കാത്തൊരുത്തൻ. അവൻ മൃഗമല്ല. മൃഗത്തിനെയൊക്കെ നമ്മൾ ഒരു നായ ഒരു മൃഗമാണ്. നമ്മൾ പല ജീവികൾ വളർത്തുന്നുണ്ട്. അതൊക്കെ നമുക്ക് സ്നേഹം കൊടുത്താൽ സ്നേഹം തിരിച്ചു തരുന്നവരാണ്. ഇവൻ അതാണോ? മൃഗത്തിൻ്റെ ഇതിൽ കൊണ്ട് കെട്ടിയാൽ പോലും മൃഗങ്ങളെല്ലാം കൂടെ നമ്മളെ കൊല്ലും. അവന് മാപ്പ് കൊടുക്കാനും മറ്റൊന്നും ഞാൻ തയ്യാറല്ല. ഫർസാന കുടുംബത്തെ ഞാൻ കാണാൻ ശ്രമിച്ചതായിരുന്നു. പക്ഷേ അവർക്ക് കാണാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. നമ്മുടെ മകനെ ചെയ്ത് വെച്ച് പ്രവർത്തിക്കുന്ന അവരെ കൊണ്ട് മാപ്പ് ചോദിക്കുമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ അവർക്ക് കാണാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. ഈ ഫർസാനുമായിട്ടുള്ള മകൻ്റെ ഈ ബന്ധത്തെ പറ്റി അറിഞ്ഞിരുന്നു? താങ്കൾക്ക് അറിയുമായിരുന്നു? എനിക്കറിയാം, ഞാൻ അറിയാമായിരുന്നു. അവർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അവൻ തന്നെ പറഞ്ഞു, അവനും വൈഫും പറഞ്ഞിട്ടുണ്ട്. അത് വിവാഹത്തിലേക്ക് തീരുമാനിച്ച കാര്യമാണോ? ഞാൻ 10-20 വയസ്സാവട്ടെ വിവാഹം കഴിക്കാൻ കഴിപ്പിച്ച് കൊടുക്കാം, നിങ്ങൾ സ്വന്തം നിൽക്കാനുള്ള സ്റ്റാൻഡ് ആവട്ടെ എന്ന് ഞാൻ പറഞ്ഞു. ഇല്ല, ഇവിടുത്തെ കട എനിക്കറിയത്തില്ല. എനിക്കറിയാവുന്ന ബാങ്കിൽ കുറച്ച് കടമുണ്ട്. പിന്നെ ഇവിടെ കുഞ്ഞുമാർക്ക് കുറച്ച് പൈസ കൊടുക്കാനുള്ള ആ കട എനിക്കറിയാവുന്നു. ഈ ഫർസാന എന്ന് പറയുന്ന ആ കുട്ടിയുടെ വീട്ടുകാരുടെ സ്വപ്നങ്ങളും പോയി. ഒരു പെൺകുട്ടി ഒരുത്തന്നെ ഇഷ്ടമാണ്, അവൻ വിളിച്ചു അവൻ്റെ കൂടെ പോയി. ഞാൻ പെൺകുട്ടികളുടെ കൂടെ പറയാം, എല്ലാ ആണുങ്ങളും ഇങ്ങനെയല്ല. എന്നാലും എവിടെയെങ്കിലുമൊക്കെ ഇതുപോലുള്ള പണികളൊക്കെ കിട്ടാനുള്ള സാധ്യതകളൊക്കെ എപ്പോഴും മനസ്സിൽ മുൻകൂട്ടി കാണണം കേട്ടോ. പക്ഷേ ഇത് ആ കുട്ടിക്ക് പോലും ഒന്നിനും പറ്റാത്തൊരവസ്ഥയായിപ്പോയി. ഇപ്പോഴാണ് കടങ്ങളെല്ലാത്തിലും ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞത്. ഈ ഫോൺ ആപ്പിൽ ലോണൊക്കെ എടുത്തിട്ടുള്ള കാര്യം പറയുന്നുണ്ട്. ഫോൺ ആപ്പിൽ ലോൺ എനിക്കറിയത്തില്ല. ഞാൻ ഇപ്പോൾ അടുത്ത സമയത്താണ് അറിഞ്ഞത്. ഫോൺ ആപ്പിൽ ലോൺ എടുത്തിട്ടുണ്ട് ഇപ്പോഴാണ് അറിഞ്ഞത്. ഈ ഒരു മാസത്തേക്ക് നമ്മൾ ആരും പറഞ്ഞില്ല, അറിഞ്ഞിട്ടില്ല. 2 ദിവസം മുന്നേ നമ്മൾ അറിയുന്നു. ഏകദേശം 1.5 വർഷം വരെ നിങ്ങൾ കുടുംബസമേതം ഗൾഫിലായിരുന്നത് അല്ലേ? അതിനുശേഷം ആ കുടുംബം തിരിച്ചു വന്നതിന് ശേഷമാണോ ഈ സാമ്പത്തിക പ്രതിസന്ധി വരുന്നത്? അല്ല, സാമ്പത്തിക പ്രതിസന്ധി എനിക്ക് കൊറോണയ്ക്ക് ശേഷം ഉണ്ടായതാണ്. എന്നാലും അവർ വന്നപ്പോൾ വലിയ പ്രശ്നമില്ല. അപ്പോൾ ഞാൻ 6 മാസം ഒരു വിസിറ്റിന് കൊണ്ടുപോയി, നമ്മുടെ ഉമ്ര നിർവഹിക്കാൻ വേണ്ടി കൊണ്ടുപോയതാണ്. അതൊക്കെ കഴിഞ്ഞ് അതിൻ്റെ കൂടെ 6 മാസം തിരിച്ചു വന്നത്. അപ്പോഴും വലിയ പ്രശ്നങ്ങളില്ലായിരുന്നു.
പിന്നെ നമ്മൾ ബിസിനസ് ഡൗൺ ആയി പോയത് സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടായി വരുന്നത്. കൊറോണയ്ക്ക് ശേഷമാണ് ഇതെല്ലാം സംഭവിച്ചത്. ഓക്കെ, ഇതിപ്പം മൊത്തത്തിൽ കമൻറ്റ് ബോക്സ് ഒന്ന് ജസ്റ്റ് നോക്കാം. കൊടുക്കാനുള്ള കടം മുഴുവൻ ഓർമ്മയുണ്ട്, ബാക്കി കാര്യങ്ങളൊന്നും ഉമ്മയ്ക്ക് ഓർമ്മയില്ല. ആ കമൻറ്റ് ഓക്കെ. കഴുത്ത് മുറുകിയപ്പോൾ ബോധം പോയി കാണും, ഓർമ്മ ഉണ്ടാവില്ല ചിലപ്പോൾ, പാവം എന്ന്. ബാക്കിയെല്ലാം ഓർമ്മയുണ്ട്, മൊത്തം കേട്ട് നോക്ക്. എന്നെങ്കിലും നിങ്ങൾ സത്യം പറയേണ്ടി വരും. അഭിനയം നിർത്തൂ. നിങ്ങളോട് ചോദിക്കുമ്പോൾ എടുത്തു തരാൻ അവരെ നിങ്ങളെ ഏൽപ്പിച്ചിരുന്നോ? അവന് ജോലിക്ക് വിടാൻ മേലായിരുന്നോ? ഇവർ സോ എല്ലാവരും പറയുന്നൊരു കാര്യം, ഈ ആ ഒരു ലേഡിയുടെ സംസാരത്തിൻ്റെ അകത്തുള്ളൊരു കാര്യത്തിൻ്റെ അകത്തുള്ളൊരു മിസ്മാച്ചാണ്, കോൺട്രാഡിക്റ്ററിയാണ്. അവർ പറഞ്ഞ കാര്യവും അവർ പ്രവർത്തിക്കുന്ന കാര്യം, അന്ന് സംഭവിച്ച കാര്യത്തിൻ്റെ അകത്ത് അവർക്ക് ഓർമ്മ ഉണ്ടെന്നുള്ളൊരു ഏറ്റവും വലിയ തെളിവാണ് ഞാൻ അവളെ വിളിച്ചുകൊണ്ട് വന്നിട്ട്, ഫർസാനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് പറഞ്ഞതടക്കം ഓർമ്മയുള്ളവർക്ക് ഓർമ്മയില്ല എന്ന് പറയുന്നത് നുണയായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരു സൈക്കോളജിക്കലി നോക്കിക്കഴിഞ്ഞാൽ അവർ തന്നെ അത് പറയാതെ പറഞ്ഞു പോകുന്നുണ്ട്. അവർക്കെല്ലാം ഓർമ്മയുണ്ട്, അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. ഇത് ഇവൻ്റെ പ്ലാനിങ്ങിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ അടക്കം അറിയുമെങ്കിൽ ഈ സ്ത്രീക്ക് മാത്രമേ ഈ ഭൂമുഖത്ത് ഇപ്പോൾ അറിയാൻ വേണ്ടി സാധ്യതയുള്ളൂ. ആ മനുഷ്യൻ പെട്ട് നിൽക്കുന്നൊരു മനുഷ്യനാണ്. അവർ സ്വാഭാവികമായിട്ടും ഇപ്പം അയാളുടെ കണ്ണുനീര് ഒരു കാര്യം ഇതെല്ലാം എങ്ങനെ താങ്ങും എന്നുള്ളതൊന്നും എനിക്കറിയത്തില്ല. എന്തായിരുന്നാലും ഫർസാൻ നായി മോൻ റൈസ്, നിങ്ങളുടെ അഭിപ്രായം എന്താ? കമ്പോസ് ചെയ്യപ്പെടുത്തുക. അടുത്ത വീഡിയോ കാണുന്ന റൈസ് ബൈ. ആ പാവപ്പെട്ട ആ കൊച്ചു ചെറുക്കൻ്റെ മുഖം ഓർക്കുമ്പോണ്ടല്ലോ എനിക്ക് പ്രാന്ത് പിടിക്കും. ഇവൻ്റെ ഈ പ്രാന്ത് പല വീഡിയോസ് ഇവൻ്റെ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഫ്രസ്ട്രേഷൻ അടിച്ചിട്ട് ഞാൻ ചെയ്യത്തില്ല. എനിക്ക് ഇവൻ്റെ ഈ കാര്യം പറയുമ്പോൾ എനിക്ക് നല്ല പ്രാന്ത് പിടിക്കാറുണ്ട്. സോ ഗൈസ് ബൈ.